നമുക്ക് കൊല്ലത്ത് നിന്നൊരു വാർത്തയിലേക്ക് പോകാം. ഇന്നലെ കൊല്ലത്തെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ITയിൽ പ്രചാരണത്തിന് എത്തിയപ്പോൾ SFI വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ തടഞ്ഞിരുന്നു. അതിനുശേഷം അവിടെ സംഘർഷ സാധ്യതകളുണ്ടായി. ഈ SFIക്ക് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, നമ്മൾ ആ സംഘർഷവും മറ്റും ഇന്നലെ വാർത്ത നൽകിയതാണ്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും കാണാം. ഇപ്പോൾ SFI പ്രവർത്തകർക്കെതിരെ എത്ര പേർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്? ഫിജി, കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തെ തുടർന്നായിരുന്നു ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം NDA സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ ഗവൺമെന്റ് ITയിലെത്തി വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയപ്പോഴായിരുന്നു ഈ SFI പ്രവർത്തകർ തടഞ്ഞത്. ഇപ്പോൾ ഇതിനെ തുടർന്നാണ് ABVPയുടെയും NDA മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പരാതി നൽകിയത്. 7 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആയുധം കൊണ്ടുള്ള ആക്രമണം, മർദ്ദനം, മുറിവേൽപ്പിക്കൽ, അന്യായമായി സംഘം ചേരൽ, തടഞ്ഞു നിർത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി രാജീവ്. കൊല്ലത്തെ SFI ABVP സംഘർഷവുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകർക്കെതിരെ 7 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. വിനോദ വാർത്തകൾ.